അപ്പോൾ നമ്മുടെ നീറ്റ് റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ JPSന് ഇത് ഏറ്റവും വലിയ അഭിമാന നിമിഷം തന്നെയാണ്. നമ്മുടെ ജിയാദ് 7ാമത്തെ റാങ്കാണ് വന്നേക്കുന്നത്. ജിയാദ് കേരള നമ്മൾ തകർത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് JPSലുള്ളത്. 200ഓളം വരുന്ന അത്രയും കുറഞ്ഞ കുട്ടികൾ, 10,000 കണക്കിന് കുട്ടികളില്ല, 1000 കണക്കിന് കുട്ടികളില്ല, വെറും 200ന് ചുവടെ മാത്രം കുട്ടികളുള്ള നമ്മുടെ JPSന്ന് ആദ്യത്തെ 10 റാങ്കുകളിലേക്ക് ഒരു റാങ്ക് നമ്മൾ എത്തുകയാണ്. കഴിഞ്ഞ വർഷം കേരളയിൽ 20 റാങ്കും 55 റാങ്കും വന്നപ്പോൾ ഈ വർഷം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിനായിട്ട്. 7ാമത്തെ റാങ്ക് തന്നെയാണ് ജിയാദിന് വന്നിരിക്കുന്നത്. OBCയിൽ അത് 3ാമത്തെയോ 4ാമത്തെ റാങ്ക് ആവുമെന്ന് നമുക്ക് ഉറപ്പാണ്. കേരളത്തിൽ ഇത്ര റാങ്ക് കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജിയാദ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മൂമെന്റിൽ എന്താ തോന്നുന്നത്? നമുക്ക് എന്താ പറയുക, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരിക്കലും എന്താ പറയുക ഇങ്ങോട്ടൊക്കെ എത്തുന്നതെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. പിന്നെ എന്താ പറയുക, നമ്മളൊരു പൊട്ടൻഷ്യൽ വളരാൻ സഹായിച്ച് നമ്മൾ JP ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും എന്താ പറയുക ഒരു നന്ദി. അപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷം തന്നെയാണ്. ഈ ജിയാദിൻ്റെ റിസൾട്ട് കൂടാതെ 600ന് മുകളിൽ 3ഓളം കുട്ടികൾ JPSന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ്. അതിൽ ജിയാദെ ഒരു കാര്യം, നമുക്കേ വരാൻ പോകുന്ന കുട്ടികളെടുത്ത് ജിയാദിന് എന്താ എന്തെങ്കിലും പറയാനുള്ളത്? നമ്മളെന്താ ചെയ്യാം, ജസ്റ്റ് പഠിച്ചാൽ കിട്ടുന്ന സാധനം തന്നെയുള്ളൂ. ഇപ്പോൾ ഒരു നീറ്റ് ടഫായ വിചാരിച്ചോ ഈസി വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിന് നിരുത്സാഹപ്പെട്ട് പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യേണ്ടതിൽ എന്തായാലും കിട്ടും. പിന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഷുറൻസ് ഞാൻ എന്തായാലും ഉറപ്പ് തരാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ഇത് കുഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്രയും നല്ലൊരു റിസൾട്ടുമായിട്ട് തിരിച്ചു പോകാൻ പറ്റും. കേരളത്തിൽ പലർക്കും അറിയില്ല JPSനെ കുറിച്ച്. അപ്പം ജിയാദിലൂടെയാണ് ഇനി JPS ആളുകളിലേക്ക് എത്താൻ പോകുന്നത്. എന്നാൽ ഇത്രയും കുറഞ്ഞ കുട്ടികൾ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് മാർക്ക് നോക്കിയിട്ടൊന്നുമല്ല ഇവിടെ കുട്ടികൾ എടുക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ JPSൽ സിംഗിൾ ഡിജിറ്റ് റാങ്ക് വന്നേക്കാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, കേരളത്തിൽ 10,000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമല്ല JPS. വളരെ കുഞ്ഞു കുട്ടികൾ മാത്രം, വളരെ കുറഞ്ഞ നമ്പർ ഓഫ് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ നല്ല അടിപൊളി ടീച്ചേഴ്സ് അല്ലേ ജിയാദെ? നല്ല എക്സാം അല്ലേ, മെന്റേഴ്സ് അടിപൊളിയല്ലേ, എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ, എല്ലാവരും ഒപ്പത്തിനൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു റിസൾട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഇതൊക്കെ തന്നെ കൊടുക്കാൻ പറ്റും. ഒരു കാര്യവും കൂടെ, ജിയാദിൻ്റെ കുറേ ഫ്രണ്ട്സ് വിഷമത്തോടുകൂടി ഇരിക്കുന്നവരുണ്ട്. കാരണം നമ്മൾ 500 മാർക്കിന് മുകളിലേക്ക് കിട്ടുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ 500നും 525നും ഇടയിൽ 10-40ഓളം കുട്ടികളുണ്ട്. അപ്പോൾ നല്ല വിഷമത്തോടുകൂടി ഇരിക്കുന്ന ആളുകളുണ്ട്. അവരെ പോലെയുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇനി JPSൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ മറ്റു കുറേ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് അവരോട് ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റൂലേ? അബ്സല്യൂട്ട്ലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ചൂസ് ചെയ്ത സ്ഥലം കറക്റ്റായി. അത് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ ഉമ്മ ഹജ്ജിന് പോയിരിക്കുകയാണ്. ഉമ്മക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല കോളേജിൽ എയിംസ് ഡൽഹി നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്തിപ്പെടാൻ പറ്റട്ടെ. അപ്പോൾ ജിയാദെ, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നീ മറ്റ് വരാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല അഡ്വൈസസ് കൊടുക്കണം. ഓക്കേടാ.